കേരളത്തിലെ സർവകലാശാലകളിൽ ഗവർണറും ചില വൈസ് ചാൻസലർമാരും നടത്തുന്നത് ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളും ഇല്ലാത്ത അധികാര പ്രയോഗങ്ങളുമാണെന്ന് ഹൈക്കോടതി വിധിയിലൂടെ ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയുടെ സുപ്രധാന വിവരങ്ങളുമായി ശ്രീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, ഏറ്റവും സുപ്രധാനമായ ഒരു വിധിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഗവർണർമാരുടെ വിസിമാരുടെയൊക്കെ ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അമിതാധികാര പ്രവണതയ്ക്കെതിരെയൊക്കെയുള്ള തിരിച്ചടിയാണ്. അതല്ലേ ഇപ്പോൾ സിപിഎം പ്രസ്താവനയിലൂടെയും പറയുന്നത്? തീർച്ചയായും ഏതായാലും സർവകലാശാലകളെ ഇനിയും കലുഷിതമാക്കരുത് എന്ന ആമുഖത്തോടെയാണ് ഇപ്പോൾ CPIM-ന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ. പ്രത്യേകിച്ചും കേരളത്തിലെ സർവകലാശാലകളിൽ ഗവർണറും ചില വൈസ് ചാൻസലർമാരും നടത്തുന്നത് അത് ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളും ഇല്ലാത്ത അധികാര പ്രയോഗങ്ങളുമാണ് എന്നതാണ് ഹൈക്കോടതി വിധിയിലൂടെ ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലുള്ള ഈ ഒരു വെച്ചും ചാൻസലറുടെ നടപടി നിയമവിരുദ്ധമാണ് എന്നുള്ളത് ശരിവെക്കുന്ന തരത്തിലുള്ള കോടതി വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. RSS സർവകലാശാലകളെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ വേണ്ടി നടത്തുന്ന കയ്യേറ്റങ്ങൾ മാത്രമായേ ഈ ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് വൈസ് ചാൻസലർമാരെ കയറൂരി പ്രവർത്തനത്തെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതിൽ വലിയ തോതിലുള്ള സമരം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും യുവജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉയർന്നിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. അത്തരത്തിലുള്ള അന്തരീക്ഷം അത് തുടർന്നു പോകുന്നത് അത് അക്കാദമിക് രംഗത്തെ സമാധാനത്തിന് ഉതകുന്നില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായ പ്രവർത്തനങ്ങൾ മാത്രം നടത്താൻ ഗവർണറും വിസിമാരും തയ്യാറാകണം എന്ന് കൂടിയാണ് സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നത്. അതാണ് ഷീജ, ഇവിടെ ഒരു ഇല്ലാത്ത അധികാര പ്രയോഗമാണ് നടക്കുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായ വിമർശനങ്ങൾ പല കോണിൽ നിന്നും ഉയരുന്നത്. തീർച്ചയായും അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല വർഷ. കാരണം എന്നു മുതലാണോ ചാൻസലർമാരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അതായത് ചാൻസലർമാർ വൈസ് ചാൻസലർമാരെ ഉപയോഗിച്ചുകൊണ്ട് RSS വൽക്കരണത്തിനുള്ള നീക്കം, കാവ്യവൽക്കരണത്തിനുള്ള നീക്കം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിൽ നടത്തുന്നു. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് SFIയുടെയും DYFIയുടെയും ഭാഗത്ത് നിന്ന് ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുള്ളത്. കേരള സർവകലാശാലയെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ സിൻഡിക്കേറ്റ് അടക്കം കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഘട്ടത്തിലാണ് ഗവർണർക്ക് തിരിച്ചടിയാകുന്ന ഒരു വിധി ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് പിന്മാറണം ഗവർണറും വൈസ് ചാൻസലർമാരും എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഒപ്പം ഷിജ, ഈ താൽക്കാലിക VC നിയമനം നടത്തേണ്ടത് സർക്കാർ പാനലിൽ നിന്നാണെന്ന് ഒരിക്കൽ കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വിധി തന്നെയാണ്. അപ്പോൾ അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ പ്രസ്താവന, അല്ലേ? കേരളത്തിലെ സർവകലാശാലകളിൽ ഗവർണറും ചില വൈസ് ചാൻസലർമാരും നടത്തുന്നത് ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളും ഇല്ലാത്ത അധികാര പ്രയോഗങ്ങളുമാണെന്ന് ഹൈക്കോടതി വിധിയിലൂടെ ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിച്ച ഗവർണറുടെ നടപടി പൂർണ്ണമായും നിയമവിരുദ്ധ നടപടിയാണെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ വിധിച്ചത്. സമാനമായ ഒട്ടേറെ വിധികൾ കാറ്റിൽ പറത്തിയാണ് ഗവർണർ തുടർച്ചയായി നിയമവിരുദ്ധ നിയമനങ്ങൾ നടത്തിയതെന്നതും ഒരു വസ്തുത കൂടിയാണ്. അപ്പോൾ താൽക്കാലിക VC നിയമനം നടത്തേണ്ടത് സർക്കാർ പാനലിൽ നിന്നാണെന്ന് ഒരിക്കൽ കൂടി കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഗവർണർക്ക് അടക്കം വളരെ വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. RSSന്റെ അമിതാധികാര പ്രവണതയ്ക്കെതിരെയൊക്കെ വളരെ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. RSSന് സർവകലാശാലകളെ കൈപ്പിടിയിലാക്കാൻ നടത്തുന്ന കയ്യേറ്റങ്ങൾ മാത്രമായേ ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് താൽക്കാലിക വൈസ് ചാൻസലർമാരെ കയറൂരി വിട്ടുള്ള പ്രവർത്തനങ്ങളെ കാണാനാകൂ എന്നും ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്.